ഭാരതം മുഴുവൻ ഭക്തിയുടെ വലിയൊരു വിപ്ലവമായിരുന്നു. മനസ്സിലായില്ലേ? അന്നേരം ആ ഒരു സമയത്താണ് നമുക്ക് എല്ലാവർക്കും അഭിമാനമായ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു മഹാഭക്തൻ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ തിരുവവതാരം. അദ്ദേഹം വന്നിരിക്കുന്നത് തന്നെ വലിയൊരു മിഷനുമായിട്ടാണ്. യഥാർത്ഥ ഭക്തി എന്താണെന്ന് എല്ലാവരുടെ ഹൃദയത്തിലും സാക്ഷാത്കാരം കൊടുക്കുക, ബോധ്യപ്പെടുത്തുക. കാരണം അതുവരെ എല്ലാവരും വിചാരിച്ച ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതും തൊഴുകുന്നതും ഇതൊക്കെയാണ് ഭക്തി. ഇത് ഭക്തിയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ആ യഥാർത്ഥ അന്യാഭിലാഷിത ശൂന്യം, വേറൊരു അഭിലാഷങ്ങളും ഇല്ലാതെ അചഞ്ചല പരിശുദ്ധ ഭക്തി എങ്ങും കാണാനില്ലായിരുന്നു. എല്ലാവരും കാമ്യഭക്തിയായിരുന്നു ആചരിച്ചുകൊണ്ടിരുന്നത്. കൃഷ്ണനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ലായിരുന്നു. അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഒന്നാലോചിച്ച് നോക്ക്, പൂന്താനം ഇല്ലായിരുന്നെങ്കിൽ, ഗുരുവായൂരപ്പൻ ഇല്ലായിരുന്നെങ്കിൽ, വെള്ളിമംഗല സ്വാമിയാരില്ലായിരുന്നെങ്കിൽ, കുറൂരമ്മ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കണ്ണനെക്കുറിച്ച് അറിയാൻ പറ്റുമോ? വൃന്ദാവന രഹസ്യങ്ങളൊക്കെ രഹസ്യമായിട്ട് തന്നെ ഇരുന്നേനെ. അവരെല്ലാം വന്നത് കൊണ്ടാണ് അതെല്ലാം ഭഗവാന്റെ വലിയ ഒരു മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. അവരെല്ലാം ഭഗവാന്റെ നിത്യ പാർഷദരാണ്. അവരെല്ലാം വന്നിരിക്കുന്നത് ഭക്തിയിൽ പ്രചോദനം നമുക്ക് നൽകാൻ വേണ്ടിയാണ്. ഭക്തിയിൽ നല്ല ഭക്തരെ കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്. ശില പ്രഭുപാദ്ജിയുടെ ഭക്തിയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, ഗുരുമഹാരാജിനെ കുറിച്ച് കേൾക്കുമ്പോൾ, പരമ്പരയിലുള്ള ആചാര്യന്മാരുടെ ഭക്തി, പൂന്താനം, കുറൂരമ്മ ഇവരുടെയൊക്കെ ഭക്തി കേൾക്കുമ്പോൾ ഇത്രയും കൃഷ്ണനോട് സ്നേഹമോ? വൃന്ദാവനവാസികൾ കണ്ടില്ല ഇത്രയും സ്നേഹിക്കുന്നു ഭഗവാനെ. രാധാരാണിക്ക് കൃഷ്ണനോട് ഇത്രയും സ്നേഹം. ഭഗവാൻ ഒന്നും കൊടുക്കാതെ രാധനെയൊന്നും കഴിക്കത്തില്ല. ഭഗവാന്റെ ശബ്ദമില്ലാതെ വേറൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അന്നേരം അതേപോലെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകും ഇങ്ങനെയുള്ള ഭക്തരൊക്കെ. അതുകൊണ്ട് നമ്മളോട് കാരുണ്യം കാട്ടാൻ വേണ്ടി ഭഗവാൻ അയച്ച വ്യക്തികളാണ് ഇവരൊക്കെ. ഭഗവാൻ സ്വന്തം വ്യക്തി രൂപത്തിൽ താഴോട്ടിറങ്ങി വരുന്നു. പക്ഷെ അതേ സമയത്ത് ഭഗവാന് എത്തിപ്പറ്റാൻ പറ്റാത്ത സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെയും കൂടെ അദ്ദേഹം വിടും. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പൂന്താനം നമ്പൂതിരിപ്പാട്. നമുക്കെല്ലാവർക്കും നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് ഇങ്ങനെ ഒരു ഭക്തൻ. അന്നേരം അദ്ദേഹത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് എന്താ പറയേണ്ടത്? അദ്ദേഹം വന്നത് തന്നെ ഭക്തി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. വലിയ സംസ്കൃത പണ്ഡിതനായിട്ടും ഒന്നുമില്ലാതെ മിണ്ടായിരിക്കുന്നുള്ളൂ. പുറമെ ഒന്നും കാണിക്കത്തില്ല. ഒന്നിനോടും പേരിനോടും കീർത്തിയോടും ഒന്നും താല്പര്യമില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ പോയില്ലെങ്കിൽ പൂന്താനം ഇല്ലത്തൊന്ന് പോയി നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നിഷ്കാമ ഭക്തിയുടെ ഒരു അംശമെങ്കിലും നമ്മൾ ആചരിക്കുന്നുണ്ടോ എന്ന് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മൾ സ്വയം ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പോകേണ്ടത്. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ പൂന്താനം നമ്പൂതിരിപ്പാട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഭഗവാന്റെ ആ ഒരു വിമാനം, ഗോലോക വൃന്ദാവനത്തിൽ നിന്നുള്ള ആ ഒരു വിമാനം വന്ന സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. അവിടെ നിന്നാണ് പൂന്താനം നമ്പൂതിരിപ്പാട് ആ നേരെ ഗോലോകത്തേക്ക് പോയത്. ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെടുത്ത് പറഞ്ഞു, അങ്ങ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താ അങ്ങ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബുദ്ധി സ്ഥിരതയില്ലേ ആ ഒരു അർത്ഥത്തിൽ എന്നുള്ള രീതിയിലൊക്കെ. കാരണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തിയിൽ നമ്മളിങ്ങനെ പുരോഗമിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ ലോകമായിട്ടുള്ള ബന്ധം കുറയും.